ബാർ ഉടമകൾക്ക് അനുകൂലമായി നിലപാടെടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വളരെ വിചിത്രം എന്ന് പറയുന്നത്, നിർണായകമായ തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ട എക്സൈസ് വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ തോക്ക് കുത്തിയാക്കിക്കൊണ്ട് ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ ബാർ ഉടമകളുമായി ചേർന്ന് മീറ്റിംഗ് വിളിക്കുന്നു. പിണറായിയുടെ പിൻഗാമി രാജിവെക്കണമോ പുറത്ത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ അറിയപ്പെട്ട ഏറ്റവും ജനകീയമായ ഒരു മന്ത്രിസഭയെ കള്ളക്കട കൊണ്ട് താഴെയിടാൻ ശ്രമിച്ച ഇടതുപക്ഷം ഇന്ന് കോഴ മേടിച്ച്, ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് കോഴ മേടിച്ച് ഇവിടെ വെള്ളമടിച്ച ആളുകൾ മരിക്കട്ടെ എന്ന സമീപനത്തോടു കൂടി ഒരു ഇടതുപക്ഷ ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പ്രതീകാത്മക സമരവുമായി കടന്നു പോകുന്നത്. നമുക്കറിയാം, വളരെ വ്യക്തമായ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ നമ്മൾ പുറത്തു കേട്ടതാണ്. ഇവിടെ ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും 2.5 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ മാത്രമേ റൈഡ് അടക്കം മധ്യദേശത്തിൽ അതല്ലെങ്കിൽ അതിൽ ഇളവ് നൽകിക്കൊണ്ട് നവീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ബാർ ഉടമകൾക്ക് വിലസുന്നതിന് വേണ്ടി, അവർക്ക് കോടികൾ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മദ്യനയത്തിൽ നിലവിലുള്ള ഈ റൈഡ് അടക്കം സമയം കൂട്ടുന്നതടക്കമുള്ള മദ്യലോബികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഈ സർക്കാർ. നമുക്കറിയാം, ഇതിനു മുമ്പേ തന്നെ ഇവിടുത്തെ ഉപഭോക്താക്കൾ വലിയ രൂപ കൊടുത്ത് മദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ മദ്യ മുതലാളിമാരുടെ ടേൺ ഓവർ ടാക്സ് വെട്ടിക്കുറച്ചുകൊണ്ട് ബാർ ഉടമകൾക്ക് അനുകൂലമായി നിലപാടെടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വളരെ വിചിത്രം എന്ന് പറയുന്നത്, നിർണായകമായ തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ട എക്സൈസ് വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ തോക്ക് കുത്തിയാക്കിക്കൊണ്ട് ടൂറിസം വകുപ്പിന്റെ ഡയറക്ടർ ബാർ ഉടമകളുമായി ചേർന്ന് മീറ്റിംഗ് വിളിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ കേരളം ഭരിക്കുന്നത് മാമനല്ല മരുമകനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ആളുകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആളുകളെ വെള്ളമടിച്ച് മരിക്കട്ടെ എന്ന നിലപാടുമായി മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ജനവിരുദ്ധ നിലപാടുമായി കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാർ കേരളത്തിന് നാണക്കേടാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, എല്ലാ ദുരന്തങ്ങളിലും കാശുണ്ടാക്കാനുള്ള അവസരം തേടുന്ന ഒരു ഇടതുപക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോവിഡ് സമയത്ത് അവർ കൈയിട്ട് വാരി, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ദുരന്തങ്ങൾ, പ്രളയം വന്നപ്പോൾ അവർ കൈയിട്ട് വാരി. ഇപ്പോൾ ടൂറിസം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിക്കുന്ന ഒരു ചരിത്രം നമുക്കറിയാം. കേരളത്തിന്റെ ടൂറിസം എന്ന് പറയുന്നത് മാതൃകാപരമാണ്, അഭിമാനകരമാണ്. അതിനെ പോലും വിറ്റ് കാശാക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു പൊതുമരാമത്ത് മന്ത്രിയും മാമനെയും മരുമകനെയും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ MP രാജേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും. കോടിക്കണക്കിന് രൂപ വരുമ്പോൾ എണ്ണി തീർക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ക്രിയാത്മകമായി യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം തീരുമാനമെടുത്തു. MP രാജേഷ് മന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു നോട്ടെണ്ണൽ മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, ജോസ് കെ മാണിയോട് ചോദിച്ചപ്പോൾ ജോസ് കെ മാണി കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷത്തിരിക്കുന്ന ജോസ് കെ മാണി കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു മെഷീനുമായി കടന്നു വന്നത്. ഇവിടെ ഒരു പ്രതീകാത്മക സമരമാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ നോട്ടെണ്ണൽ മെഷീൻ നമ്മളിവിടെ മന്ത്രിയുടെ വസതിയുടെ മുന്നിൽ പോലീസ് തടഞ്ഞതിന്റെ പേരിൽ ഇവിടെ ഈ ബാരിക്കേഡിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സമരഭടന്മാർക്ക് മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് യൂത്ത് കോൺഗ്രസ്.